നമസ്കാരം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വല്ലാത്ത ഒറ്റപ്പെടൽ തോന്നിയിട്ടുണ്ടോ? എത്ര ശ്രമിച്ചിട്ടും കാര്യങ്ങൾ നടക്കുന്നില്ല, എങ്ങോട്ട് പോകണമെന്നറിയില്ല, ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥ. ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നതും അങ്ങനെയൊരു മാനസികാവസ്ഥയിലായിരിക്കാം. എങ്കിൽ ഒരു സത്യം ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരിക്കലും തനിച്ചല്ല. ഈ നിമിഷം പോലും നിങ്ങളെ സൃഷ്ടിച്ച ആ വലിയ പ്രപഞ്ചശക്തി അല്ലെങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവുമായി പ്രപഞ്ചം എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മളത് കേൾക്കുന്നില്ല. നമ്മുടെ തിരക്കുകൾക്കും ടെൻഷനുകൾക്കും സങ്കടങ്ങൾക്കും ഇടയിൽ ആ ശബ്ദം മുങ്ങിപ്പോവുകയാണ്. എങ്ങനെയാണ് പ്രപഞ്ചം നമ്മളോട് സംസാരിക്കുന്നത്? ആ രഹസ്യഭാഷ എങ്ങനെ മനസ്സിലാക്കാം? അതാണിന്ന് നമ്മൾ നോക്കുന്നത്. ഈ വീഡിയോ മുഴുവനായി കാണുക. ഒരു പക്ഷേ നിങ്ങൾ കാത്തിരുന്ന ഉത്തരം ഇതിലുണ്ടാകാം. നമ്മൾ മനുഷ്യർ സംസാരിക്കുന്നത് വാക്കുകളിലൂടെയാണ്, എന്നാൽ പ്രപഞ്ചം സംസാരിക്കുന്നത് എനർജിയിലൂടെയാണ്, അല്ലെങ്കിൽ ലക്ഷണങ്ങളിലൂടെയാണ്. നമ്മൾ ഒരു കാര്യം ആഴത്തിൽ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ പ്രപഞ്ചം അതിന് മറുപടി നൽകുന്നത് ചില സൂചനകളിലൂടെയാകാം. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ഒരു വലിയ ചിന്തയിൽപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷനിൽപ്പെട്ട് നിൽക്കുന്ന ടൈം പെട്ടെന്ന് എവിടെ നിന്നോ ഒരു പാട്ട് കേൾക്കുന്നു, അല്ലെങ്കിൽ ഒരു പുസ്തകത്തിലെ വരി കാണുന്നു, അല്ലെങ്കിൽ ഒരു ബോർഡ് കാണുന്നു. ആ ചിന്തയുമായി ബന്ധപ്പെട്ട ഒരു സംസാരമെങ്കിലും എവിടുന്നെങ്കിലും കേൾക്കുന്നു. അത് കൃത്യമായി നിങ്ങളുടെ ചിന്തയ്ക്കുള്ള ഉത്തരമായിരിക്കും. ഇങ്ങനെയുള്ള അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. എനിക്കൊരുപാട് വട്ടം ഉണ്ടായിട്ടുണ്ട്. പലരും പറഞ്ഞു കേട്ടിട്ടുമുണ്ട്. ഇതിനെയാണ് യാദൃശ്ചികത എന്ന് നമ്മൾ വിളിക്കുന്നത്. എന്നാൽ ആത്മീയതയിൽ യാദൃശ്ചികതകളില്ല, എല്ലാം പ്രപഞ്ചത്തിൻ്റെ ഇടപെടലുകളാണ്. അത്തരം 3 പ്രധാന ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ലക്ഷണം നമ്പറുകൾ. നിങ്ങൾ എപ്പോൾ ഫോൺ നോക്കിയാലോ ടൈം നോക്കിയാലോ 11:11, 2:22, 3:33 അല്ലെങ്കിൽ എവിടെയെങ്കിലും 888 എന്നിങ്ങനെയുള്ള ഒരേപോലത്തെ നമ്പറുകൾ കാണാറുണ്ടോ? ഇതിനെ ഏഞ്ചൽ നമ്പറുകൾ എന്ന് വിളിക്കുന്നു. പ്രപഞ്ചം നിങ്ങളോട് ഏറ്റവും എളുപ്പത്തിൽ സംസാരിക്കുന്ന വഴിയാണിത്. ഓരോ നമ്പറിനും ഓരോ അർത്ഥമുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾ 11:11 കാണുകയാണെങ്കിൽ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നു, നീ പോകുന്നത് ശരിയായ പാതയിലാണ്, നിന്റെ ചിന്തകൾ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്, അതുകൊണ്ട് നല്ലത് മാത്രം ചിന്തിക്കൂ എന്ന്. ഇതുപോലെ ഒരേപോലെ വരുന്ന എല്ലാ നമ്പറുകൾക്കും ഓരോ അർത്ഥമുണ്ട്. ഇനി മുതൽ ഇത്തരം നമ്പറുകൾ കാണുമ്പോൾ ഒരു നിമിഷം നിന്ന് പ്രപഞ്ചത്തോട് നന്ദി പറയുക. ഇനി രണ്ടാമത്തെ ലക്ഷണം. ഇതും നിങ്ങളിൽ പലർക്കും വന്നു പോയിട്ടുണ്ടാകാം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് മാത്രം. അതാണ് ഇൻറ്റ്യൂഷൻ അഥവാ നിങ്ങളുടെ അവബോധം. ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ അത് വേണ്ട എന്ന് ഉള്ളിൽ നിന്ന് ആരോ പറയുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ആദ്യമായി കാണുമ്പോൾ തന്നെ ഇയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊരു തോന്നൽ. ഇത് വെറും തോന്നലല്ല, പ്രപഞ്ചത്തിൻ്റെ സൈനാണത്. നിങ്ങളുടെ ലോജിക്ക് തെറ്റിയാലും നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം ഒരിക്കലും തെറ്റില്ല. ആ ശബ്ദം അവഗണിക്കരുത്. ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് ഒന്ന് ശാന്തമായി ഇരുന്ന് നിങ്ങളുടെ ഉള്ളം എന്തു പറയുന്നു എന്ന് ശ്രദ്ധിക്കുക. ഇതാണ് രണ്ടാമത്തെ സൈൻ. ഇനി മൂന്നാമത്തെ കാര്യം അതിലേറെ പ്രധാനപ്പെട്ടതാണ്. തടസ്സങ്ങൾ. നമ്മൾ ഒരു കാര്യം നടക്കാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിക്കും, പ്രാർത്ഥിക്കും. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അത് നടക്കില്ല. പല തടസ്സങ്ങൾ വരും. ചിലർ പറയും നമുക്ക് ഭാഗ്യമില്ല, യോഗമില്ല എന്നൊക്കെ പറഞ്ഞ് നിരാശയുടെ പടുകുഴിയിലേക്ക് വീഴും. എന്നിട്ട് ദൈവത്തെ കുറ്റം പറയും. എന്നാൽ സത്യം എന്താണെന്നോ? റിജക്ഷൻ ഈസ് റീഡയറക്ഷൻ. ഒരു കാര്യം നിങ്ങൾക്ക് തരാതെ പ്രപഞ്ചം തടയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് നിങ്ങൾക്ക് ചേർന്നതല്ല, അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച ഒന്ന് നിങ്ങളെ കാത്തിരിക്കുന്നു എന്നാണ്. ഒരു വാതിൽ അടയുമ്പോൾ വിഷമിക്കരുത്. പ്രപഞ്ചം നിങ്ങളെ മറ്റൊരു വാതിലിലേക്ക് നയിക്കുകയാണ്. ആ വലിയ പ്ലാനിൽ വിശ്വസിക്കുക. ഇതാണ് 3 സയൻസ്.
എങ്ങനെയാണ് ഈ ലക്ഷണങ്ങൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുക? അതിന് ഒറ്റ വഴിയേ ഉള്ളൂ, വിശ്വാസം. പിന്നെ ശാന്തത. എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മനസ്സിന് പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മമായ ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയില്ല. ദിവസവും ഒരു 5 മിനിറ്റെങ്കിലും ശാന്തമായി ഇരിക്കുക, പ്രാർത്ഥിക്കുക. എൻ്റെ മുന്നോട്ടുള്ള വഴി കാണിച്ചു തരണമേ എന്ന് പ്രപഞ്ചത്തോട് ചോദിക്കുക. എന്നിട്ട് ഉത്തരം കിട്ടുമെന്ന് ഉറച്ചു വിശ്വസിച്ച് കാത്തിരിക്കുക. ഉത്തരം തീർച്ചയായും വരും. വിശ്വസിക്കുന്നവരുടെ കൂടെ ദൈവമുണ്ട്, പ്രപഞ്ചമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യം നിങ്ങൾക്ക് വേണ്ടി അതിന് കുറച്ച് സമയം മാറ്റിവെക്കാൻ തയ്യാറാകണം എന്ന് മാത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സ്പെഷ്യലാണ്. നിങ്ങൾ ഇവിടെ ജനിച്ചത് വെറുതെ ജീവിച്ചു മരിക്കാനല്ല. നിങ്ങൾക്ക് ഒരു വലിയ ലക്ഷ്യമുണ്ട്. പ്രപഞ്ചം മുഴുവൻ നിങ്ങളെ പിന്തുണയ്ക്കാൻ തയ്യാറാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് ചുറ്റുമുള്ള ചെറിയ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങൂ. ജീവിതം അത്ഭുതകരമായി മാറുന്നത് കാണാം. ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ആ സന്ദേശം സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഐ ആം റെഡി ടു റിസീവ് എന്നെഴുതൂ. കൂടുതൽ ആത്മീയമായ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.